ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു കുക്കിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുക്കിയാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആട്ട വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു കപ്പ് ആട്ട എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, പൗഡറാണ്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ആക്കണം കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമ്മുടെ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മളിതിലേക്ക് പാലൊന്നും ചേർക്കണില്ല. നമ്മൾ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് സൺഫ്ലവർ ഓയിലല്ല, ഒലിവ് ഓയിലാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തിട്ടുള്ള നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒലിവ് ഓയിലാണ്. അപ്പം നമുക്ക് ഒരു 1/4 കപ്പ് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ബാക്കി കൂടെ ഓയിൽ ഒഴിച്ചിട്ട് കുഴയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ച് ഇതേ പാകമായി വരുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. അപ്പോൾ ഇനി ഇതിന്ന് കുറേശ്ശെയായിട്ട് ബോൾസ് എടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കീസ് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേറെ ഷേപ്പ് വേണമെങ്കിൽ സ്ക്വയറോ റെക്റ്റാങ്കിളോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഓവനോ അല്ലെങ്കിൽ നമ്മുടെ കുക്കറോ നമ്മൾ എന്തിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് നമ്മളൊരു പ്ലേറ്റിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലൊരു ബട്ടർ പേപ്പർ വെച്ച് എല്ലാം അതിൽ അടക്കി വെച്ചു കേട്ടോ. അതിന് നമുക്ക് വേണമെങ്കിൽ വല്ല നട്ട്സ് എല്ലാം ചെറുതായി അരിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞങ്ങളുടെ ബദാമാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ചുവട് കട്ടിയുള്ളത് നല്ലൊരു അടപ്പൊക്കെ ഉള്ള പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അടപ്പിന് വല്ല ഹോളുണ്ടെങ്കിൽ നമ്മൾ വല്ലതും വെച്ചിട്ട് ഒന്ന് അടച്ച് കൊടുക്കണം. ഞാനൊരു തുണിയുടെ പീസ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ്സ് ആയപ്പോഴേക്കും നമ്മുടെ കുക്കീസ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 20 to 25 മിനിറ്റ്സ് ആകുമ്പോഴേക്കും നമ്മുടെ കുക്കി എന്തായാലും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് തോന്നിയെങ്കിലും ചൂടാറുമ്പോൾ അടിപൊളിയാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക്